ഇതാ നമ്മുടെ ചെല്ലഞ്ചേട്ടന്റെ ചായക്കട പറയാത്ത ആളില്ലല്ലോ കേരളത്തില്. 2 തവണ ഞാന് വഴി എന്താ പറയാ തെറ്റിച്ചിക്കണേ. അത് ആ ഒരു പ്രാർത്ഥന ഉള്ളൂ, ഇന്നത്തെ ട്രിപ്പെങ്കിലും അടി കൂടാതെ വീട്ടിലെത്തണം. ഞങ്ങൾ എവിടെയൊക്കെയാണ് ഇനി കൊണ്ടണാ മാതൃക കള്ളുഷാപ്പ് മാതൃകയാണ്. ആരാ ഹേ ഗായ്സ്, നമ്മളിന്ന് ചെറുതായിട്ടൊരു 1 ഡേ ട്രിപ്പ് പോവാണ്. എവിടേക്കാണ്? നമ്മള് കൊല്ലങ്കോട് ഒന്ന് പോയി കണ്ടുവരാൻ വെച്ചു. കൊറേ ആയിക്കണ് കൊല്ലങ്കോട് കാണണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ നമ്മളൊന്ന് പോയി കണ്ടുവരാൻ വിചാരിച്ചു. നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പൊ വളാഞ്ചേരി എത്താനായിക്കണ് അല്ലേ? പക്ഷെ കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു. പണ്ടത്തെ പോലെ നമുക്ക് വേഗം ഇറങ്ങാൻ പറ്റില്ലല്ലോ. നിങ്ങക്ക് പറഞ്ഞാൽ മതി. നിങ്ങക്ക് എന്താ പറയാ, വേഗം കുളിച്ച് മാറ്റി ഡ്രസ് ഇട്ടിങ്ങാണ്ട് കുട്ടിക്ക് ഡ്രസ് ഇട്ട് കൊടുത്താലേ ഉള്ളൂ നിങ്ങള്. കുട്ടിക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ബാക്കിയൊക്കെ ചെയ്തിട്ട് വേണം നമുക്ക് ഇറങ്ങാന്. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ ഇറങ്ങിക്കണ്. നമ്മള് 6:30 ആവാനേക്കാണ് ഇറങ്ങിയപ്പോ, വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ഒരാള് ഇന്റെ കയ്യില് ഫോണ് തരാതെ അവിടെ വെച്ചിങ്ങാണ്ടാണ് ഇപ്പൊ മാപ്പ് നോക്കണ്. ഇത്രയും കാലം എവിടെ പോകുമ്പോഴും ഇന്റെ കയ്യിലേന്ന് ഫോണ്. പിന്നെ വിശ്വാസമില്ല. ഒരു 2 തവണ ഞാന് വഴി എന്താ പറയാ തെറ്റിച്ചിക്കണ്. അത് തിരിച്ചു വരുമ്പോ റോഡ് അവസാനിക്കും. അതൊരു ദിവസമായിട്ടുള്ളൂ. അല്ലല്ല, എന്താണ്, ഒരു ദിവസം ആതിരപ്പള്ളിന്ന് വരുമ്പോ ഒരു റോഡ് പണിയുള്ള റോട്ടിൽ കൂടി പോയി. റോഡ് നിറയെ മണ്ണാണ്, അപ്പൊ പോകാൻ പറ്റില്ല. അങ്ങനെ പോയി. എനിക്ക് ഒരു ഒരു വട്ടൊക്കെ പോയി കഴിഞ്ഞാൽ റൂട്ട് മനസ്സിലാവും. എനിക്ക് അങ്ങനെ പെട്ടെന്ന് റൂട്ട് മൈൻഡ് കയറില്ല. ഞാൻ എപ്പോഴും യാത്ര ചെയ്യുമ്പോൾ ഗൂഗിൾ മാപ്പ് ആശ്രയിച്ചിട്ടാ പോകല്. സാധാരണ എന്റെ കയ്യിൽ തരലുണ്ട്. ഇപ്രാവശ്യം എന്റെ കയ്യിൽ തരുന്നില്ല. എന്നെ വിശ്വാസമില്ല. എന്നെ നഷ്ടപ്പെട്ടിക്കണല്ലേ. എന്താ സങ്കടമുണ്ട്. ഇപ്പൊ നല്ല കിടാട്ടിട്ട് അവിടെ വെച്ച് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ആള്. നല്ല ഉറക്കാണ്. സായിനെ പെട്ടെന്ന് ഉറക്കി പാവച്ചക്ക്. ഞാൻ പലവട്ടം പറഞ്ഞോട് അതിന് ഉറക്കേണ്ട കാഴ്ചകൾ കാണട്ടെ. അത് രാവിലെ നീച്ചിട്ട് അവനക്ക് ഭയങ്കര ഒരു ഇതുണ്ട്. കാഴ്ചകളൊക്കെ എനിക്ക് എന്ത് കാണാനാണ്. സായിഷ് ഇത് ഉറങ്ങി നീച്ചിക്കണ്. അവന് പുറത്തേക്ക് നോക്കി കാറിലിരിക്കണെങ്കിൽ അവനക്ക് പുറത്തേക്ക് എന്താ പറയാ ഗ്ലാസ് തുറന്നു കൊടുക്കണം. ഇല്ലെങ്കിൽ എനക്ക് ഇടുന്ന് ഭയങ്കര കച്ചറ ഉണ്ടാക്കുവന്. എനിക്ക് ആ ഒരു പ്രാർത്ഥന ഉള്ളൂ, ഇന്നത്തെ ട്രിപ്പെങ്കിലും അടി കൂടാതെ വീട്ടിലെത്തണം. ഞങ്ങൾ എവിടേക്ക് പോയിട്ടുണ്ടെങ്കിലും എന്തെങ്കിലൊക്കെ മെയിനായിട്ട് മാപ്പിന്റെ എന്നാലും ഉണ്ടാവലൊക്കെ ഉണ്ട്. എന്തെങ്കിലൊക്കെ ഞങ്ങൾ പോകുമ്പോ ഞങ്ങൾക്ക് ഉള്ളതാണ്. പോകുമ്പോ ഭയങ്കര ഇതായിട്ടാവും സ്റ്റാർട്ട് ചെയ്യല്. പക്ഷെ എങ്ങനെങ്കിലൊക്കെ ആയി അടി ഉണ്ടായിട്ടാണ് എൻഡ് ചെയ്യലെങ്കിലെങ്കിലും എന്തായാലും അതിന്റെ ഇടയിൽ ഒരു അടി ഉണ്ടാവും. അത് ഇനി ഫാമിലി ട്രിപ്പ് ആയാലും അല്ലെ, സിംഗിൾ ആയിട്ട് പോവാണെങ്കിലൊക്കെ അങ്ങനെയാണ്. അതാണ് അത്രേ ഉള്ളൂ. പഴമക്കാര് പറഞ്ഞ ചട്ടിയും കലാകുമ്പോ തട്ടിയും മുട്ടിയിരിക്കുന്നു. തട്ടി മുട്ടേണ്ട ക്വാളിറ്റിയെ. അതെ, ഞങ്ങൾ ഇവിടെ നിൽക്കാണ്. അപ്പൊ ചോദിക്കും എന്താ കാരണം. കാരണം എന്താന്ന് വെച്ചാല് എന്നോട് അവിടുന്ന് വരുമ്പോ ഞാൻ അങ്ങനെ പാട്ട് കേട്ട് ഇങ്ങനെ നിന്നപ്പോ എന്നോട് പറഞ്ഞു, ഈ മിണ്ടണില്ല, ഈ പണ്ടത്തെ പോലെ ഒന്നല്ല, മാറിയിക്കണ്, ഈ തീരെ സംസാരിക്കണയാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ഓക്കെ എന്താ സംസാരിക്കാൻ, ഞങ്ങളുടെ കൂടെ ഇങ്ങനെ സംസാരിച്ചു വരികയാണ്. അപ്പൊ മൂപ്പര് എന്ത് ചെയ്ത് മാപ്പ് നോക്കാൻ മറന്നിക്കണ്. അപ്പൊ വഴി തെറ്റിക്കണെന്ന് പറഞ്ഞിട്ട് വഴി ഇതാക്കാൻ വേണ്ടിട്ട് നിന്നുള്ള ചേരാ എവിടെയൊക്കെയാണ് ഇനി കൊണ്ടണാ വഴി നോക്കാതെ ഇന്നിട്ട് വർത്താനം പറഞ്ഞ അങ്ങനെ നിന്ന്. ഇപ്പൊ വഴി തെറ്റിട്ട് വീണ്ടും സെറ്റ് ചെയ്യാണ് മാപ്പ്. ഇപ്പൊ ഞാൻ ചെയ്യുന്നെങ്കിലോ ഞാൻ നോക്കൂല. ഇന്നാ എന്തിയാ എന്തെങ്കിലും പറയാണ്ടാ? ചായക്ക് നല്ല ഉറക്ക് ലെവലാവാണ്ട്. ഓനിപ്പൊ നീക്കണ ടൈം ആയിട്ടില്ല. 7:45. ഓന് എന്തായാലും ഒരു 9 8:30 9 മണിയാവും നീക്കണമെങ്കിൽ. അതല്ല സാധാരണ. എന്താണ് കൊറേ പരതലുകൾക്ക് ശേഷം വയറ് വിശന്ന് 6 മണി 7 മണിക്ക് തുടങ്ങിയിരിക്കണം. വിശപ്പ് വെട്ട് വയറിന് മനസ്സിലായി. അവസാനം ഞങ്ങൾ ചെറിയൊരു കട കണ്ടെത്തിയിട്ടുണ്ട്.
ഈ റൂട്ടില് ഈ സമയമായിട്ടാന്ന് തോന്നുന്നു ഒരു ഹോട്ടലും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഫാമിലി ആയിട്ട് ഇരിക്കാണ്ട്. പിന്നെ ചെറിയ ചെറിയ നമ്മളെ മിൽമ ബൂത്ത് പോലുള്ള കടകളുണ്ട്, പക്ഷെ അവിടെ ഫാമിലി ആയിട്ട് കയറാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഹോട്ടൽ കണ്ടെത്തിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഏതായാലും ഞങ്ങൾ ആണ്ട് പോകാൻ നിൽക്കുകയാണ്. അല്ല ജായിഷി എവിടുക്കാ നോക്കണത് ഇത്? എൻജോയിങ് ഹിസ് ജേർണി റൈറ്റ്. അവര് ഉന്തി കൊണ്ടുപോകണം അതിലെ കാറ്. അവനാണ് നമ്മളെ നോക്കല്. കാരണം ഈ സൈഡില് കൂളിംഗ് ആയതുകൊണ്ട് നമുക്ക് അത്ര വിസിബിൾ അല്ല. അപ്പൊ അതാണ് മുന്നിൽ ഇറങ്ങിയിട്ട്. അപ്പൊ ഗൈസ്, നമ്മുടെ കൊല്ലങ്കോട് പോകുന്ന യാത്രകൾക്കിടയിൽ നമ്മളൊരു അടിപൊളി വ്യൂ ഉള്ള ഒരു സ്ഥലത്തെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാം. ഗ്രാമങ്ങളിൽ നിൽക്കുന്നവർക്ക് ഇതൊന്നും വലിയ വ്യൂ ആവില്ല. ക്യാമറ കണ്ണിൽ എത്രത്തോളം കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ അടിപൊളി ക്ലൈമറ്റ്. അതേ സമയം മോൾട്ടിതാ സായിക്കിന് പ്രകൃതി കാണിച്ചു കൊടുത്ത് അവനക്ക് ഫുഡ് കൊടുക്കുന്നു. പാവം രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ മോൾട്ടിയെ. സായിഷേ വിശക്കനുണ്ടാ? വിശക്കനുണ്ടാ? വീട്ടിലൊക്കെ ആകുമ്പോൾ ഇതേമാതിരി പുറത്തേക്ക് ഇറങ്ങിയിട്ടും ആൾക്കാർ കാണിച്ചു കൊടുത്തിട്ടൊക്കെയാണ് അവന് ഫുഡ് കഴിക്കുക. അപ്പോൾ അവനക്ക് പ്രകൃതി കണ്ടപ്പോൾ അങ്ങനെ അറിയാതെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. അത്രക്ക് ഭയങ്കര വയലിങ്ങനെ എന്താ പറയുക, പച്ചപ്പ് പുതച്ച ഭൂമി എന്നൊക്കെ പറയില്ലേ, ആ ലെവല്. ക്യാമറയിലൂടെ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ക്യാമറ കണ്ണിൽ ഏതായാലും നേരിട്ടുള്ള റിയൽ ഒരു അനുഭവം വേറില്ല തന്നെ. പ്രത്യേകിച്ച് ഇത് ആ ക്ലൈമറ്റ്. വണ്ടി വന്നു. ഇതേ സമയം നമ്മുടെ സേഫ്റ്റി ഇവിടെ കിടക്കുന്നുണ്ട്. നിങ്ങളിങ്ങനെ ഒറ്റപ്പാലം വഴി ഇങ്ങനെ വരുന്ന സമയത്ത് എന്താണ് ഭയങ്കര വെയിൽ ഇല്ല മുൾട്ടിയെ. അപ്പം ഇവളാണ് ഇവിടെ പോവാന്ന് പറഞ്ഞത്. ഞാൻ വല്ല ആതിരപ്പള്ളിയോ വയനാട് എവിടെയും പോവാന്ന് കരുതി. അപ്പോൾ ഞാൻ അപ്പോഴേ അവളോട് പറഞ്ഞു, ഈ ഭാഗത്ത് ഭയങ്കര വെയിലാണല്ലോ, എന്ത് ചെയ്യാന്ന്. വെയിൽ കണ്ടപ്പോൾ ഭയങ്കര ടെൻഷനായി. ഇവിടെ ഞാൻ അടിക്കില്ലേ, ഒരു സുഖം കൊടുക്കില്ല ഞാൻ വെയിലാണെന്നുണ്ട്. പക്ഷെ ഇവളെന്താ ഇരുന്ന് പ്രാർത്ഥിച്ചോ എന്താണെന്ന് അറിയില്ല. പോകെ അതായത് കൊല്ലങ്കോട് ഇപ്പോൾ എത്തിയിട്ടില്ല. 20 കിലോമീറ്റർ കൂടി ഉണ്ട് കൊല്ലങ്കോട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. പോകുന്ന വഴി തന്നെ നല്ലൊരു ക്ലൈമറ്റ് കിട്ടി, നല്ലൊരു ആംബിയൻസ് കിട്ടിയപ്പോൾ ഇവിടെ വണ്ടി നിർത്തിയാണ്. കൂട്ടത്തിൽ നമ്മൾ സായിഷിന് ഫുഡും കൂടി കൊടുക്കണം. കള്ളുഷാപ്പ് മാതൃകയാണ്. ഇത് മറ്റേ കള്ളി പൊട്ടത്തിയേ, ഒരുപാട് ആൾക്കാരുണ്ട് അവിടെ അല്ലേ. ഷാപ്പിലെ ഫുഡ് അടിപൊളിയാന്ന് പറഞ്ഞിട്ട് ഫാമിലിയായിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ്. നമ്മൾ ഏകദേശം എത്താൻ ഇതിന്റെ ഇടയ്ക്ക് ഞങ്ങള് വഴി മാറിയിട്ട് ഒരു ചെറിയ റോഡിനില്ലേ സ്വാഭാവികം നമ്മള് എന്താ പറയാ ഒരു ചെറിയ അതാണെങ്കിൽ ഒരു ചെറിയ ഭയങ്കര ഇടുങ്ങിയൊരു വഴി. അവിടെ ആണെങ്കിൽ നമ്മള് തിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടി. അവിടെ ഒരു ചെറിയ എന്തോ ഒരു ഫംഗ്ഷനും ഉണ്ട്. അപ്പൊ ഒരുപാട് ആൾക്കാർ വണ്ടിയിൽ അങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വണ്ടിയും ആയിട്ട് ഇങ്ങനെ ഭയങ്കര ഇടങ്ങാറായിട്ടാണ് നമ്മളിപ്പോ ഗൂഗിൾ മാപ്പിനെ ഉപയോഗിച്ചിട്ട് ഒരാളോട് ചോദിച്ച് ആ ചിങ്ങഞ്ചിറ നേരക്കാം സീതാർകുണ്ട് വെള്ളച്ചാട്ടം, വെള്ളരിമേട് വെള്ളച്ചാട്ടം ഒന്ന് സ്ലോ ആക്കിക്കൂടെ? നേരെ തന്നെയാണ് അപ്പം പോവാനുള്ളതില്ല. റൈഡേഴ്സ് ആണെന്ന് തോന്നുന്നില്ലേ. ഒരു മല, അതായത് നമ്മുടെ നെല്ലിയാമ്പതി മല, അതിന് താഴെ കിടക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ കൊല്ലങ്കോട്. അപ്പൊ ആ നെല്ലിയാമ്പതി മലയുടെ താഴ്വരം, അതിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുക, വട്ടം കറങ്ങി സഞ്ചരിക്കുക. അതാണ് കൊല്ലങ്കോട് ഗ്രാമപഞ്ചായത്ത്. സംഭവം ഒരു ചെറിയ റോഡ് കൂടി ഒരുപാട് ദൂരം. ഒരു മിനിറ്റ് എന്റെ ചെറുപ്പകാലത്തേക്ക് കൊല്ലങ്കോട് നടന്ന സ്ഥലം കേട്ടില്ല? ഞാനും കേട്ടില്ല. ഇത് ഒരു ഹിഡൻ പ്ലേസ് ചെയ്യുന്നത്. ഇത് പിന്നെ ഏതോ ഒരു എന്താ പറയാ, ഏതൊരു ടീം ഇതേമാതിരി ഇന്ത്യയിലെ മോസ്റ്റ് എന്താണ് നമ്മള് ബ്യൂട്ടിഫുൾ എന്താണ് ഗ്രാമങ്ങള് നോക്കിയപ്പോ അതില് എത്ര 14 ഇതിലേറ്റ ഒരു സ്ഥാനം കിട്ടി. കേരളത്തിൽ നമ്പർ 1 ആയി. അങ്ങനെ ഫേമസ് ആയി. ഓൾമോസ്റ്റ് എല്ലാ വീടിന്റെ മുമ്പിലും നല്ല അടിപൊളി എന്താ പറയാ പൂക്കള്, പൂന്തോട്ടല്ലേ പൂക്കള്.
കാണുന്നുണ്ടോന്ന് അറിയാൻ നല്ല അടിപൊളിയായിട്ട് മേലെന്ന് ഇങ്ങനെ വെള്ളം ഒഴുകി വരുന്നുണ്ട്. നമ്മള് സീതാർകുണ്ട് വാട്ടർഫാൾ പോവല്ലേ, പക്ഷെ റോഡ് ഭയങ്കര മോശമാണ് ഇവിടെ. എല്ലാം നന്നാക്കി കൂടെ. ഒരു ചെറിയ പാലം, തോട് അറിയത്തില്ല. അടിപൊളിയായിട്ട് വയലിലൊക്കെ അതിന്റെ മുഖത്ത് കിടക്കുന്നത് കണ്ണാണില്ല. അപ്പൊ ഒക്കെ കണ്ടേ ഇവിടെ ഇതാ ചെറിയ ചെറിയ ഇതൊക്കെ ഞാൻ അതിൽ കണ്ടിരുന്നു. ഒരു ഡ്രീം പ്ലേസ് ആയിരുന്നു സത്യം പറയുകയാണെങ്കിൽ ഇവിടെ വരണം എന്നുള്ളത്. എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു വീഡിയോസ് ഒക്കെ കണ്ടപ്പോ. ഗൈസ് ഞങ്ങൾ അങ്ങനെ കൊല്ലംകോട് എത്തി. അവസാന ഡെസ്റ്റിനേഷൻ കാട്ട്. അവസ്ഥ എന്താ വെച്ച് കഴിഞ്ഞാലേ, നിങ്ങൾ കാണുന്നുണ്ടോ, നല്ല ക്ലിയർ ഉണ്ടാവും അല്ലേ, ഒടുക്കത്തെ വെയിലാണ്. കൊട ചൂടിയിട്ടാണ് നടക്കുന്നത്. ആ ഒരു അവസ്ഥയായി. നമ്മളെ നാട്ടിൽ ഇങ്ങനെ വെയിലില്ല. അപ്പോൾ ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടറിൽ ഞാൻ ടിക്കറ്റ് വാങ്ങുമ്പോൾ 20 രൂപ ഇട്ടായിരുന്നു പുറത്തേക്ക് വരാൻ. കാരണം അവരിവിടെ ഇങ്ങനെ ഒരു ഹട്ട് മാതിരിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വലിയ നഷ്ടമൊന്നുമില്ല. പക്ഷേ ക്ലൈമറ്റാണ് നമ്മൾ ചതിച്ചത്. ഞാൻ മുമ്പോട്ട് ചോദിച്ച് ഇത് ഭയങ്കര വെയിലാണല്ലോ. മുമ്പ് പറഞ്ഞു ഇന്ന് തുടങ്ങിയാണ് വെയിൽ, ഇന്നലെയൊക്കെ വെയിലില്ലേന്ന്, തണലേന്ന്. പക്ഷെ മഴ ഇല്ലെങ്കിൽ കൂടിയും ഇങ്ങനെ ചൂടില്ലേന്ന്. നല്ല ചൂടുണ്ട്, കാറ്റുണ്ട്. പക്ഷെ ആ കാറ്റുണ്ടായിട്ട് കാണില്ല, കുട ചൂടാതെ മടക്കാൻ പറ്റില്ല. നല്ല വെയിലാണ്. പക്ഷെ അബദ്ധമായൊന്നും പറയാൻ പറ്റില്ല. ഇതെന്താണ് സംഭവം, വെയിലാണെങ്കിൽ കൂടിയും കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകളാണ്. കണ്ടില്ലേ, എല്ലായിടത്തും എല്ലാ അടിയൊക്കെ പച്ച പരവതാനി വിരിച്ച കൊല്ലംകോട്. സംഭവം എന്ന് വെച്ചാൽ ഇതാ, ഈ സൈഡിൽ നിറച്ച് മലയാണ്. നമ്മുടെ നെല്ലിയാമ്പതി മലനിരകളാണ് കാണുന്നത്. ഇവിടെ കണ്ടില്ലേ, നിങ്ങൾ കാണുന്നുണ്ടോ അറിയില്ല, വെള്ളം ഇങ്ങനെ വൈകണ് കണ്ടോ നിങ്ങൾ, കണ്ടോ? സീതാർകുണ്ടാണെന്ന് അറിയില്ല. ഇവിടെ നിന്നാണ് സീതാർകുണ്ടേക്ക് പോകണ്ട് അല്ലേ. വെള്ളം ഇങ്ങനെ വൈകുന്നതാ. അതേപോലെ ഇവിടെയും ക്യാമറ കണ്ട് നിങ്ങൾ എത്രത്തോളം ഇതിന്റെ ഭംഗി ആസ്വദിക്കണ്ടെന്ന് അറിയില്ല. പക്ഷെ ഇവിടെ വന്നവർക്കറിയാം ഇതിന്റെ ബ്യൂട്ടി ആൻഡ് ക്യൂട്ടി അല്ലേ. ക്വാളിറ്റി ആണല്ലോ അറിയാം. ഇവിടുത്തെ നമ്മുടെ ഇതേതാണെന്ന് അറിയില്ല, ആനപ്രേമികൾ ഉണ്ടെങ്കിലൊന്ന് പറയാം കേട്ടോ. ഇത്രയും വെയിലുള്ള ഈ കൊല്ലംകോട് ആകെ ഒരു ആശ്രയം ഇതുപോലുള്ള പാടത്തുള്ള ഇതേപോലെ ഹട്ടുകൾ, ഇതേപോലെ ഒരു കുടിലുകളൊക്കെയാണ്. ഇവിടെ ഇതിപ്പോൾ ടൂറിസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയാണെങ്കിലും ഇതാണ് ശരിക്ക് കർഷകരൊക്കെ നാട് നടുമ്പോഴൊക്കെ ഇത്രയും വെയിലത്ത് നടുമ്പോൾ അവർക്കൊന്ന് വിശ്രമിക്കാനും ഭക്ഷണം കഴിക്കാനുള്ളൊക്കെ ഒരു ഇടം. ഇപ്പം ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വെയിലിനിടയിൽ ഇങ്ങനെ വന്നിരിക്കാനുള്ളൊരു ആശ്രയം. ഇവിടെ വന്ന് ഇങ്ങനെ കാറ്റുള്ള വേണ്ട അങ്ങോട്ടേക്ക് ചടച്ച് ആകെ ഇതിപ്പോ ശരിക്കും സംഭവം എന്താ അറിയാ, ഈ മരുഭൂമിയിലൊക്കെ പെടുമ്പോ ഒരു മരുപ്പച്ചട്ടില്ല, ഒരു പച്ചപ്പ്, അതേമാതിരിയാണത് ഈ ഒരു ഹട്ട്. നല്ല കാറ്റാണ്, പക്ഷേ വെയിലാണ് നമ്മുടെ കുടിക്കുന്നത്. വേനൽക്കാലത്തൊന്നും ഇങ്ങോട്ട് വരാനേ പാടില്ല, അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും നീണ്ടത്. ഇതിപ്പോ ജൂലൈ ആണ്, മഴക്കാലാണ്, മൺസൂണാണ്. പക്ഷേ ഇന്നെന്തോ മൺസൂൺ നമ്മൾ ചതിച്ച്. നമ്മൾ അവസാനം അങ്ങനെ എവിടെ എത്തി മുട്ടിയ സീതാർകുണ്ട് വാട്ടർഫാൾസ് എത്തിയിട്ടുണ്ട്. വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് വിജനമായ ഈ വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. കണ്ട ഈ ഒരു മലകൾക്ക്, നെല്ലിയാമ്പതി മലകൾക്ക് താഴെ സ്ഥിതി ചെയ്യുന്ന സീതാർകുണ്ട് വെള്ളച്ചാട്ടം. ഐ തിങ്ക് ആ വരുന്ന വെള്ളച്ചാട്ടമൊക്കെ ആയിരിക്കും അല്ലേ. ആ അതിലൂടെ വരുന്ന വെള്ളമൊക്കെ ഇവിടെ വന്ന് വീഴുന്നത്. അതേസമയം നമ്മുടെ ജായിഷ് കാഴ്ചകൾ കണ്ട് ആസ്വദിക്കുകയാണ്.
പക്ഷെ നല്ല ആൾക്കാരുണ്ട്, നല്ല ഒഴുക്കുണ്ട്. ഇവിടെ താഴത്തൊക്കെ ഇനി എന്താ പറയാ വേറെ സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ അവിടെ പോയി നോക്കാം ജസ്റ്റ് അവിടെ എന്താ അവസ്ഥ ആണ്. നല്ല അടിപൊളി ഒഴുക്കാണല്ലേ. തണുത്തുള്ളത് നോക്കിക്ക, തണുത്തുള്ളത് നോക്കിക്ക. എന്താ ഭംഗിയില്ല കാണാനും. സായിഷ് ഇതാ എന്താ പറയാ നേച്ചറിന്റെ ബ്യൂട്ടി ആഘോഷിക്കുന്നത്. ബ്യൂട്ടി ഓഫ് നേച്ചർ. He's enjoying the beauty of nature. എന്താ ചെയ്യാ, ഇംഗ്ലീഷ് മീഡിയം ആയി പോയി ഞാൻ. ഓക്കെ ഇത് ഒരു രണ്ട് അമ്മച്ചിമാര് ചേർന്നുകാണ്ട് ചീര വെണ്ട അവരെ എന്തൊക്കെയുണ്ടല്ലോ വേറെ എന്തൊക്കെയാ ചുവന്ന ചീര അവരുടെ രാസവസ്തുക്കൾ ചേർക്കാത്ത കൊല്ലങ്കോടിന്റെ സ്വന്തം കൊല്ലങ്കോടിന്റെ മണ്ണിൽ വിളഞ്ഞ ചുവപ്പും വേണ്ടയോ? ചുവപ്പ് കണ്ടുണ്ട്. ഉണ്ടല്ലോ പയറുണ്ട്. ഇപ്പൊ നിർത്താൻ നേരം അവിടെ സീസണിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയോ, ഊട്ടിത്തൊക്കെ പോലെ തന്നെ കൺജസ്റ്റഡ് ആവും. കാരണം റോഡ് അത്ര വലിയ വീതിയില്ല. കാരണം അത് ഒരു പഞ്ചായത്താണ്. അപ്പൊ ആ ഒരു വീതി ഉണ്ടാവുള്ളൂ, ആ ഒരു സൗകര്യം നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല. ഇപ്പൊ ഞങ്ങള് വെള്ളച്ചാട്ടം കണ്ട് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോ ഒരു മഴ ചപ്പ് ചെയ്തു. അപ്പൊ അതിനുശേഷമുള്ള പാടങ്ങൾ നോക്കൂ. ഈ ഭാഗത്തൊക്കെ ഭയങ്കര ഒന്നുകൂടി ഇപ്പൊ നമ്മളെന്താ ഒന്ന് കുളിച്ചിറങ്ങൂലേ, അപ്പൊ കുറച്ചും കൂടി ഫ്രഷ്നെസ് കിട്ടൂലേ, അതേമാതിരിയാണ് പ്രകൃതി ഒന്ന് നനഞ്ഞപ്പോഴേ അതിനേക്കാട്ടി കൂടുതൽ ആദ്യത്തെ നമ്മൾ കണ്ടതിനെക്കാട്ടി കൂടുതൽ ഒരു ഭംഗി കൂടിയ മാതിരി. അരുവിയാട്ടിന്റെ നെൽപ്പാടം, താമരപ്പാടം ഇതിന്റെ പേരായിരിക്കും. കൃഷിയിടങ്ങളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിക്ഷേപിക്കാതിരിക്കും. ആ പറഞ്ഞപ്പോൾ തന്നെ അവിടെ ഉണ്ട് ഒരു ഭക്ഷണ വേസ്റ്റ്, പ്ലാസ്റ്റിക് അവിടെ ഉണ്ട്. പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമ്മളെപ്പോലുള്ളവർ അധിക പേരില്ല, ചില ആളുകൾ കൃമികളെന്ന് ഞാൻ പറയുള്ളൂ. കൃമികൾ അവർ എവിടെ ഇടരുതെന്ന് പറഞ്ഞോ അവിടെ കൊണ്ടുപോയി പ്ലാസ്റ്റിക് ഇടും. നമ്മൾ എത്രയോ ടൂറിസ്റ്റ് പ്ലേസിൽ കണ്ടിട്ടുണ്ട്, ഞാനും പണ്ടിട്ടിരുന്നു. പിന്നെ നമ്മൾ പക്വത വരിക എന്നൊക്കെ പറയില്ലേ, ഞാനത് പരിപാടി ചെയ്തിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ തന്നെ അത് എടുത്തു. അപ്പോൾ നമ്മുടെ ഈ ഒരു യാത്രയിൽ തന്നെ ഒരു വേസ്റ്റ് നമ്മൾ എവിടെയും കൊണ്ടിട്ടില്ല. അതേ സമയം ഇതാ സായിഷിനെറ്റ് മോൾട്ടി ഇങ്ങനെ നടന്നു പോകുന്നു, കണ്ടില്ലേ? ദ ബ്യൂട്ടി ഓഫ് നേച്ചർ, ദ ക്യൂട്ടി ഓഫ് നേച്ചർ. ഗൈസ് നമ്മളിപ്പോൾ ഒരു വീട്ടിൽ ഊണുണ്ട്, ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയാണ്. നല്ലൊരു എന്താ പറയുക ഒരു ട്രഡീഷണൽ ലുക്കിലെ ഗ്യാസ് കൈ കഴിക്കുന്നുണ്ട്. ഒരു ഓൾഡ് ലുക്ക് ഉള്ളൊരു സ്ഥലം, നല്ല അടിപൊളിയാണ്. അച്ചാറ് അതാ പപ്പടം. സാമ്പാർ, രസം, മോരൊക്കെ വന്നിട്ട് നമ്മുടെ ലാലേട്ടൻ്റെ ഒടിയൻ തിയേറ്ററിൽ പരാജയപ്പെട്ടാലും സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ട മൂവിയായിരുന്നു ഒടിയൻ. അതിൻ്റെ ലൊക്കേഷൻ കണ്ടില്ല, ഈ ആൽമരം. വേറെ ഒരുപാട് പടത്തിൽ 7-8 സ്ഥലങ്ങളാണ്. എന്താണ് മുഴുകിയ ചിങ്ങഞ്ചിറ ഗ്രാമീണ ക്ഷേത്രം. നാവടിച്ചില്ലേ? ശരി. അടിപൊളിയില്ലേ? അതുകൊണ്ടോ തൊട്ടിലുണ്ടോ അവിടെ? തൊട്ടിലുണ്ട്. എന്താ കറക്റ്റ് എനിക്കറിയില്ല, ഇതിനെ പറ്റി അറിയുന്നവരുണ്ടെങ്കിൽ കമന്റ് ബിലോ. ഓക്കെ, വീടുകള് എന്താ പറയാ
വീടുണ്ടാക്കിയാല് ഇതാക്കാനാണ്. എന്താ പറയുക, നല്ലൊരു വൈബിലെ പന്തലിച്ച് കിടക്കുന്ന ആൽമരം. ഇതാ ഈ ഒരു ആൽമരത്തിന്റെ തിണ്ണയിലൊക്കെയാണ് നമ്മുടെ ലാലേട്ടൻ ഇരുന്നത്. ഇതല്ലേ ഇതാ നമ്മുടെ ചെല്ലഞ്ചേട്ടന്റെ ചായക്കട. എന്തൊരു ഫേമസ് ആണെന്ന് അറിയത്, പാലക്കാട് മൊത്തം ഫേമസ് ആണ്. കാരണം എന്താ അറിയാം, ചെല്ലഞ്ചേട്ടന്റെ ചായക്കട എന്താ ഒന്നാമത് ആ മറ്റേത് ഓടല്ല, ഓല മേഞ്ഞതായതുകൊണ്ട് ആ ഒരു ട്രഡീഷൻ ഇപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. ചെല്ലഞ്ചേട്ടന്റെ ചായ ഫോട്ടോസ് ഒക്കെ അല്ലേ. ചെല്ലഞ്ചേട്ടനും ചേട്ടന്റെ ഭാര്യ കൂടി തുടങ്ങിയിട്ട് 50 വർഷം ഫീൽഡിലുണ്ട്. ചെല്ലഞ്ചേട്ടനെ പറയാത്ത ആളില്ലല്ലോ കേരളത്തില്. എല്ലാരും ചേട്ടന്റെ ചായക്കട അന്വേഷിച്ചില്ല വരുന്നത്. കേരള ഫേമസ് മലപ്പുറം. ഇത് കണ്ട മോട്ടി, ഇത് കണ്ടോ തപാലിന്റെ ബോക്സ്. ഇപ്പൊ നമ്മളെ കേരളത്തിൽ മൊത്തം ഉണ്ടായിരുന്ന സംഭവമാണ്, ഇപ്പൊ എവിടെയും കാണാനില്ല. അതും നമ്മുടെ ചെല്ലഞ്ചേട്ടന്റെ ചായക്കടന്റെ മുമ്പിലുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 1980-കൾ 70-കളിലൊക്കെ കേരളം എങ്ങനായിരുന്നോ ആ ഒരു ലെവല് അല്ലേ. ഓൾറെഡി ഫേമസ് ആണ്, പക്ഷെ നമ്മൾ ഇപ്പോഴാണ് വന്നത് ഇങ്ങോട്ട്. ഭയങ്കര ഒരു ഗ്രാമാതുരത്വം, ഞാൻ എന്താ പറയാന്ന് എനിക്കറിയില്ല. നൊസ്റ്റാൾജിയ. ഇങ്ങനെ അടിയിലിരുന്നിട്ട് തിണ്ണയിലിരുന്നിട്ടൊക്കെ ചായ അടിക്കുക. കുറെ ആളുകൾ പുറത്തിരുന്നിട്ട് എന്താണ് വൈബിൽ ചായ അടിക്കുന്നുണ്ട്. ഇതാ ഗൈസ്, നമ്മുടെ നെല്ലിയാമ്പതിയുടെ മലയുടെ അടിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നു. ചെല്ലഞ്ചേട്ടന്റെ ചായക്കടന്റെ സൈഡിൽ കൂടിയുള്ള റോഡ് നേരെ വന്നു കഴിഞ്ഞാല് ഈ ഒരു ഡെസ്റ്റിനേഷൻ. ഇവിടെ ഫുൾ മാവിന്റെ ചെറിയ ചെറിയ തൈകളാണ്. ഉച്ചക്ക് ഒരു ഭയങ്കര ചൂടുണ്ടെങ്കിൽ പിന്നെ ക്ലൈമറ്റ് അനുകൂലമായി അല്ലേ. ഇപ്പൊ ഒരു ചെറിയ ചാറ്റൽ മഴ വിത്ത് അടിപൊളി കാറ്റ്. ചെല്ലഞ്ചേട്ടന്റെ ചായ, നല്ല അടിച്ച ചായ, അടിപൊളിയായിരുന്നു മോനെ. ദൂരെന്ന് കണ്ടിരുന്ന അതിന്റെ അവസ്ഥയില് ഞാൻ മസ്റ്റ് വാച്ചാണെന്ന് പറയട്ടാ. കൊല്ലങ്കോട് വരാത്തവരുണ്ടെങ്കിൽ ഈ മൺസൂൺ സീസണിൽ വരണം. ഒരുപാട് വെയിലുള്ള സമയത്ത് വരരുത്, മസ്റ്റ് വാച്ച്. സമയത്ത് വന്നാൽ കഴിഞ്ഞു പോവാ. അതെ, മസ്റ്റ് വാച്ച് കേട്ടോ. അത്രയും പ്രകൃതി അനുകരിച്ച വെറുതെ അല്ലട്ടാ ഇതില് മറ്റേ മസ്റ്റ് വാച്ച്. ഗ്രാമങ്ങളിൽ ഇന്ത്യയിൽ ഇതിനൊരു സ്ഥാനം കിട്ടിയത് ആരാ കണ്ട കൊടുക്കാതിരിക്കുക അല്ലേ. സൂപ്പർ. അവിടുന്ന് മേലെന്ന് വെള്ളം ഒലിച്ചു വരുന്നുണ്ട്. അപ്പോ ഇതാ പ്രകൃതി ആസ്വദിപ്പിച്ചുകൊണ്ട് ജായിഷിന് ഭക്ഷണം കൊടുക്കുന്ന അവന്റെ ഭാര്യ, അവന്റെ സോറി അവന്റെ ഉമ്മ. എന്താ ചെയ്യാ, പ്രകൃതി കണ്ടപ്പോള് നാവ് വഴങ്ങുന്നില്ല. അപ്പൊ വോൾട്ടിയേ, ഇതിപ്പോ ഞാൻ മനസ്സിലാക്കണ എന്താ അറിയോ, ഇത് വീട്ടിൽ നിന്ന് കൊടുക്കുമ്പോൾ ഭയങ്കര സ്ട്രെസ് എടുത്തിട്ടാണ് എനിക്ക് ഫുഡ് കൊടുക്കണേ. ഇവിടെ ഭയങ്കര കാമായിട്ട് കൊടുക്കണേ. ഇപ്പൊ നല്ല കഴിക്കണുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് എന്നാ ഇങ്ങോട്ട് ഇങ്ങനെ വന്നാലോ ഫുഡ് കൊടുക്കാന്. മാഷാ അല്ലാഹ്, ഫുഡ് കൊടുക്കാൻ ഇങ്ങോട്ട് വന്നാലോ. കുട്ടിയെല്ലാം കഴിക്കണുണ്ട് അല്ലേ. ഈ പ്രകൃതി കണ്ടാൽ ആരാണ് കഴിക്കാത്തത്. സത്യം പറഞ്ഞപ്പോ നമ്മളെ നെല്ലിയാമ്പതി മലയുടെ താഴത്തെത്തി. ഇപ്പൊ ഇവിടുന്ന് ഇങ്ങനെ നിങ്ങാണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ കറക്റ്റ് മല തന്നെ. ചെറിയ ചാറ്റൽ മഴയുണ്ട്. നമ്മുടെ വണ്ടി നമ്മൾ അവിടേക്കാണ് നിർത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ കറക്റ്റ് പൊസിഷനിലെത്തി. ഈ കാണുന്നത് ഇവർ നെല്ലും കാര്യങ്ങളൊക്കെ സംഭരിക്കുന്ന ഒരു അറ പോലത്തുള്ളൊരു വീടാണ്. പഴമ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. ജായിഷ് അന്തം വിട്ട് നിൽക്കണോക്കാം. നമ്മൾ ഇങ്ങനെ തിരിച്ചു വരുന്ന സ്ഥലത്ത് ഒരുപാട് പാടവും കാര്യങ്ങളൊക്കെ കാണിച്ചല്ലോ. അപ്പോൾ പാടത്ത് നാറ് നട്ടതും കാണിച്ച്, വേറെ നാറ് നടുന്നതും കൂടി നമുക്ക് കാണാമല്ലോ. നാറ് നടുന്നത് കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നാറ് നടുന്ന ആ ഒരു ഭംഗി, അതിൻ്റെ ആ ബാക്ക്ഗ്രൗണ്ടിലുള്ള അതിൻ്റെ ഭംഗി കാര്യങ്ങളോ കാണുമ്പോൾ നിങ്ങളെ കാണിക്കാതിരിക്കാൻ തോന്നുന്നില്ല. അപ്പോൾ ഇതേ കാണുന്നിറക്കെ കണ്ടോളൂ. അല്ല മോട്ടിയെ എന്ത്
എന്ത് നല്ല പച്ചപ്പില്ലേ? ഇങ്ങനെ പറിച്ചിട്ട് കെട്ടി മുളച്ചതില്ലേ, ചെറുതായിട്ട് മുളച്ചതേ കെട്ടി വെക്കുകയാണെങ്കിൽ ഇങ്ങനെ ഓരോ സെറ്റായിട്ട് വിട്ട് കൊണ്ടു വെക്കാനാണ്. ഓരോ കെട്ടി വെക്കാക്കിയിട്ട് ചൂടൊക്കെ യന്ത്രങ്ങൾ ചെയ്യണമല്ലേ? നിത്യാഭ്യാസി ആന ചുമക്കുന്ന പറഞ്ഞായിരിക്കും. അപ്പൊ നമ്മൾ നിന്നിരുന്ന ആ മലയാണ്. ഇത്രയും ദൂരം വന്നെന്ന് കാണിച്ചു കൊടുത്താണ്. മല വിട്ടതല്ല, ഇത്രയും ദൂരം നമ്മളെ വണ്ടി അവിടെ എന്താല്ലേ പ്രകൃതിയുടെ ഭംഗിയൊക്കെ അല്ലേ? അത് കണ്ടോ കണ്ടോ കണ്ടോ. വെറുതെയാണോ കൊല്ലംകോട് ഇത്രയും ഭംഗിയുള്ള സ്ഥലമുള്ളതെന്ന് പറഞ്ഞാൽ? കൊല്ലംകോടും അതിന് അടുത്തുള്ള പ്രദേശങ്ങളും അല്ലേ, എല്ലാം ഒന്നര ഭംഗി. ഇത് വേറൊരു ഭംഗിയുള്ള സ്ഥാനത്താ. ഉറങ്ങി വെച്ചതാണ് അല്ലേ? അപ്പോൾ ഗൈസ്, ഞങ്ങളങ്ങനെ പാലക്കാട് കൊല്ലംകോട് തിരിച്ചു നേരെ വീട്ടിലേക്ക് പോവുകയാണ്. രാത്രി ഇപ്പോൾ സമയം 8:56. ഫുഡ് കഴിച്ചു. ഫുഡ് കഴിച്ചിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം എന്താ കൂട്ടിയെ മറന്ന്, നല്ല വിശപ്പുണ്ടായതുകൊണ്ട് കാരണം വീഡിയോ എടുക്കാൻ വ്ളോഗ് ചെയ്യാൻ മറന്ന്. കാരണം ഭക്ഷണമാണല്ലോ മെയിനില്ലേ, സെക്കൻഡറി അല്ല വ്ളോഗില്ലേ. അപ്പോൾ നല്ല കാറ്റടിക്കുന്നുണ്ട്, രാത്രി നല്ല മഴ ഉണ്ടാവും തോന്നുന്നു. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. എൻ്റെ വാ. അപ്പോൾ ഞങ്ങളുടെ പ്രൊഫഷണൽ വ്ളോഗേഴ്സ് ഒന്നുമല്ല, അല്ലറ ചില്ലറ ഷോർട്സ് ചെയ്യുന്നല്ലാതെ ഇത്ര എക്സ്പീരിയൻസ് ഇല്ല. അപ്പോൾ ഒരുപാട് അപാകതകളുണ്ടാവും അല്ലേ, അതൊക്കെ ക്ഷമിച്ചിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്ന്, പുതിയ ആളുകൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ. ഗായ്ഷേ ഒരു അവ എടുത്താ.